നമസ്തേ. ചില വീടുകൾ നമ്മൾക്ക് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനമില്ല അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നത്. കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ 3 ബെഡ്റൂമുകൾ കാണും. അല്ലെന്നുണ്ടെങ്കിൽ 2 മെയിൻ ഡോർ കാണും. മെയിൻ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറ് നിലനിൽക്കെ തന്നെ മറ്റൊരു ഡോറും കൂടെയുള്ള വീടുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫംഗ്ഷനിൽ പറയുന്നത് 2 ഡോറുകൾ നല്ലതല്ല എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുക്കും. പ്ലാൻ എടുത്തിട്ട് ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും അതിന്റെ കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കും. ഈ നമ്പറുകൾ നമ്മൾ ഈ പ്ലാനിലേക്ക് സൂപ്പർപോസ് ചെയ്യും. ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചില നക്ഷത്രങ്ങൾ വളരെ മോശം കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള റൂമുകളിൽ കിടക്കുമ്പോൾ നമുക്ക് മനസമാധാനമില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 5 എന്ന് പറയുന്നൊരു നക്ഷത്രമുള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഈ റൂമിനകത്ത് കിടന്നാൽ എല്ലാ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള റൂമാണ്. അതേസമയം 7 എന്ന് പറയുന്ന റൂമാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് പറ്റിപ്പും കടബാധ്യതയും ഉണ്ടാകുന്നു. അതേസമയം 6-ലാണെങ്കിലോ അത് നമ്മളെ ടെൻഷൻ ആക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു. 3 നമുക്ക് എപ്പോഴും കേസും വഴക്കും കലഹങ്ങളുമാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്ന നക്ഷത്രം, എന്തായാലും അതിനകത്ത് 2 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ആ റൂമിന്റെ ഫലം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ ആ വീട്ടുകാരൻ പറയണമെന്നില്ല, സാറേ ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയണമെന്നില്ല. നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ എടുത്തുകൊണ്ട് അവരെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്താണ് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വാസ്തുപ്രകാരം ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് അവരുടെ വീടിൻ്റെ പ്ലാൻ നോക്കി കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 3 വീടുകളുള്ളൊരു ബെഡ്റൂം ആയിരിക്കാം പക്ഷേ ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും മോശം സ്റ്റാറുള്ള ഒരു ബെഡ്റൂം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫ്ലൈങ് സ്റ്റാർ കണ്ടുപിടിച്ചിട്ട് നല്ല ബെഡ്റൂം അവിടെ വേറെ ഉണ്ടായിരിക്കും. അത് പക്ഷേ ഒരുപാട് അവർ വീടിൻ്റെ തുണികളെല്ലാം വാരിയിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഫർണിച്ചർ സാധനങ്ങളെല്ലാം വാരിയിട്ടിരിക്കും. അത് ഉപയോഗിക്കാതെ കിടക്കുന്ന ബെഡ്റൂം ആയിരിക്കും. അപ്പം ആ ബെഡ്റൂമിലേക്ക് മാറിയാൽ തന്നെ ഇവർക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ചില വീടുകൾക്ക് 2 ഡോറുണ്ട്. ഈ 2 ഡോറിന്റെയും ഫലം നമ്മൾ പരിശോധിക്കണം. ഒരു ഡോറിൽ ചിലപ്പോൾ നല്ല പ്രോസ്പെരിറ്റി ഉള്ള നല്ല വെൽത്ത് സ്റ്റാർ നിൽക്കുന്നുണ്ടായിരിക്കും. മറ്റൊരു ഡോറിലാണെങ്കിലോ ഈ ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലോസിന്റെ സ്റ്റാർ നിൽക്കുന്ന എൻട്രൻസ് ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ എല്ലാവർക്കും നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയം പറ്റിപ്പിൻ്റെതായിട്ടുള്ള നക്ഷത്രമാണെങ്കിലോ എല്ലാം പറ്റിപ്പില്ലായിരിക്കും. കലഹത്തിന്റെ ആണെങ്കിലോ കലഹത്തിന്റെ ആയിരിക്കും. ആരോഗ്യ പ്രശ്നമുള്ളതാണെങ്കിലോ ആരോഗ്യ പ്രശ്നമുള്ള എൻട്രൻസ് ആയിരിക്കും. അപ്പോൾ ഈ 2 എൻട്രൻസ് ഉണ്ടെങ്കിൽ 2 എൻട്രൻസിനെയും കൂടെ നോക്കിക്കൊണ്ട് അതിൽ ബെറ്റർ എൻട്രൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എൻട്രൻസിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ എൻട്രൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എല്ലാ വീട്ടിലും 2 ഡോർ വരണമെന്നില്ല, 2 ഡോറുള്ള വീടുകളുമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള വീടുകൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വീട്ടിന് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഭാഗത്തൊരു വീട് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞാൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ഡോറുണ്ട്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തും ഒരു ഡോറുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 97 ആണ്. 97 ആ ഡോർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നിരന്തരം പറ്റിപ്പുകളും കടബാധ്യതകളുമാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവിടെ നോർത്ത് ഈസ്റ്റിലും മറ്റൊരു ഡോറുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, സൗത്ത് ഈസ്റ്റിലെ ഡോർ ക്ലോസ് ചെയ്യിച്ചിട്ട് നോർത്ത് ഈസ്റ്റിലെ ഡോർ അവർക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവിടെ ഒരു നല്ല പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ ആയിരുന്നു നിൽക്കുന്നത്. അത് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം റൂമുകളുടെ ഫലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഫെങ്ഷുവിൽ ചില കണക്കുകൾക്ക് സാധിക്കും. അതനുസരിച്ച് നമ്മളൊന്ന് മാറ്റം വരുത്തിയാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.